സ്ഥാനത്തിൻ്റെ എന്താ തിരക്കല്ല നോർമലാണ്, വില കൂടുതലൊന്നുമില്ല, വലിയൊന്നുമില്ല. ഐറ്റംസും ഉണ്ട്, എല്ലാം കിട്ടുന്നുണ്ട്. തിരക്കാണെങ്കിൽ എല്ലാ ഐറ്റംസും ഉണ്ട്. കുറച്ച് വില പോയിട്ട് കുറച്ചൊന്നും കൂടിയിട്ടൊന്നുമില്ല, നോർമലല്ല. ഇപ്പോഴത്തെ നോർമലാണ്. ഇനി റംസാൻ തുടങ്ങിയാലൊക്കെ അറിയില്ല. എല്ലാത്തിനും കൂടുതൽ തന്നെയല്ലേ സ്വഭാവം. വില മുമ്പത്തെ അതിനുണ്ട്, വലിയൊന്നും മാറ്റമൊന്നുമില്ല. വലിയ കൂടിയിട്ടല്ല, കുറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല അല്ലേ ഇനി. എല്ലാ സാധനത്തിന് ചെറുതായിട്ട് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാകും. ചെറുതായിട്ട് കൂടിയിട്ടാ, ചെറുതായി കൂടിയുണ്ട്. ജനങ്ങൾക്ക് ഭാരം തന്നെ. നല്ലതാണ്. അങ്ങനെയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ട്. വ്യത്യാസം ഉണ്ടാവുന്നില്ല. വ്യത്യാസമുണ്ട്. ഞാൻ പൊതുവെ ഒരു സാധനം വാങ്ങിക്കുന്നത്, പിന്നെ അത്ര വലിയ ഇല്ല ഇല്ല ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. സാധനം നല്ല ക്വാളിറ്റിയാണ്, അതേ ഗുണമുണ്ട്. സാധനം നല്ല ക്വാളിറ്റി കിട്ടും. അങ്ങനെ വലിയ വിലകൊന്നും കൂടിയിട്ടില്ല. പിന്നെ സാധാരണ കറക്റ്റ് റേറ്റിൽ തന്നെ ഒരു 2-3 ദിവസമായിട്ട് സ്റ്റഡി റേറ്റിൽ തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. ഒരു മാസമായിട്ട് സ്റ്റഡി റേറ്റിലാണ് പോകുന്നത്. ഏകദേശം ധാന്യങ്ങളെല്ലാം സെയിം റേറ്റിൽ പോകുന്നുണ്ട്. ഇപ്രാവശ്യം റംസാനെല്ലാം അങ്ങനെ വില വർദ്ധിച്ചിട്ടില്ല വലുതായിട്ട്. സാധാരണ കൂടുന്നതാണ്, ഈ പ്രാവശ്യം ഒന്നും ആയിട്ടില്ല. കൂടാത്തതിൻ്റെ കാരണം ഇലക്ഷൻ്റെ ഒക്കെ ആയതുകൊണ്ടായിരിക്കാം. ധാന്യങ്ങളും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് ഇപ്പോൾ പോകുന്നത്. സ്റ്റഡി മാർക്കറ്റാണ്. ഒരു 2-3 മാസമായിട്ട് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. പിന്നെ ചില സാധനത്തിന് മാത്രം, രുചി ഗോൾഡ് അങ്ങനെ 1-2 ഐറ്റത്തിന് മാത്രം റേറ്റ് കുറച്ച് ഹൈ ആയിട്ടുണ്ട്. വേറെ എല്ലാം കറക്റ്റാണ് പോകുന്നത്. റംസാൻ്റെതായിട്ടുള്ള നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് നല്ല തിരക്കാണ്. ഇനിയിപ്പം ഒരു നോമ്പ് ഒരു 5ഓടുകൂടി ഈ തിരക്ക് കുറച്ച് കുറയും. അതുവരെ നല്ല തിരക്കുണ്ടാവും. ഈത്തപ്പഴത്തിന് കഴിഞ്ഞ വർഷത്തെ അതേ റേറ്റ് തന്നെയാണ്, വലിയ ഹൈ ആയിട്ടില്ല. എല്ലാം കറക്റ്റ് അതേ റേറ്റ് തന്നെയാണ് പോകുന്നത്. ഈത്തപ്പഴവും പിന്നെ കസുകസിന് കുറച്ച് റേറ്റ് കൂടിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഏകദേശം കറക്റ്റ് തന്നെയാണ് പോകുന്നത്. കഴിഞ്ഞ വർഷത്തെ അതേ റേറ്റ് തന്നെയാണ് ഈ വർഷവും. നല്ല ഇതാണ്. ഞങ്ങൾ 1992 മുതൽ വാങ്ങാൻ തുടങ്ങിയ സാധനം വാങ്ങാൻ മാസം തിരക്കില്ല. എല്ലാത്തിനും വില കുറവാണ്. റംസാൻ പ്രമാണിച്ചിട്ട് കൂടുതലില്ല. പൊതുവെ എങ്ങനെ വെച്ചാൽ സീസണ് കഴിയുന്ന ഐറ്റമിനുള്ള വില കൂടുന്നുണ്ട്. ഇപ്പം മുന്തിരിങ്ങ, കറുത്ത മുന്തിരി, പച്ചമുന്തിരി, വിത്തില്ലാത്ത മുന്തിരി, പിന്നെ ഓറഞ്ച് എല്ലാം സീസൺ കഴിയാൻ പോകുന്ന ഐറ്റമാണ്. സീസൺ കഴിയാൻ പോകുന്ന ഐറ്റമിനുള്ള വില കൂടുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി വില കൂടുതലുള്ള ഐറ്റം ഷമാമ്, അതിൽ റംസാൻ ആകുമ്പോഴേക്ക് 10-15 ദിവസം കഴിയുമ്പോഴേക്ക് അതിൻ്റെ റേറ്റ് കുറഞ്ഞുകൊണ്ട് വരും. കത്തക്കാക്ക് വില കുറയുന്നുണ്ട്, ഷമാവിന് വില കുറയുന്നുണ്ട്, പൈനാപ്പിൾ കുറയുന്നുണ്ട്, പപ്പായി കുറയുന്നുണ്ട്. ഇപ്പോൾ കൂടുന്ന ഐറ്റം കുറച്ച് ഐറ്റം കൂടിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് മെയിൻ കൂടുന്നുള്ളത് മുന്തിരി, കറുത്ത മുന്തിരി, പിന്നെ ഓറഞ്ച് സീസൺ കഴിയാൻ വേണ്ടി പോകുന്നത്. പിന്നെ അതേപോലെ ആപ്പിളിലേക്ക് വിദേശ ആപ്പിളാണ് വരുന്നത്. നമ്മൾ ഇന്ത്യൻ ആപ്പിളൊന്നും ഇല്ല. US ആപ്പിൾ, ഇറാൻ ആപ്പിൾ, തുർക്കി ആപ്പിൾ. ആപ്പിളിന് കുറച്ച് ഇപ്പോൾ 160 വെക്കുന്നത് ഏറ്റവും കുറവ്. അത് ഇറാൻ ആപ്പിളാണ്. ഇറാൻ ആപ്പിൾ 160 വെക്കുന്നത്. പിന്നെ US 240 ഉണ്ട്. പിന്നെ 200 ഒരു തുർക്കി ആപ്പിൾ ഉണ്ട്. അതുപോലെ മാങ്ങ ഈ പ്രാവശ്യം വില കുറയും. കുറച്ച് നോമ്പ് പകുതി ആണ്ട് വരും വില കുറയണമെങ്കിൽ. സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് മാങ്ങ കുറച്ച് റേറ്റ് ഉണ്ട്. 150, 200, 220 അങ്ങനെയുള്ള റേറ്റ് വരുന്നുണ്ട് നല്ല മാങ്ങക്ക്. അത് ഏകദേശം ഒരു 10 ദിവസം കഴിയുമ്പോഴേക്ക് മാങ്ങക്കെല്ലാം ഡൗൺ ആവും. മാങ്ങക്ക് ക്ഷമാവിന് 10 കാക്കെല്ലാം കുറഞ്ഞാണ് വരുന്നത്.